Ayesha's Kitchen. Ayesha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് മൂന്ന് പോസ്റ്റുകളായിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വന്നിട്ടില്ലായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കണ്ടല്ല, നമ്മുടെ ആ പോസ്റ്റ് ഒക്കെ വളരെ ലെങ്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അതിൽ ചെയ്യാഞ്ഞത്. പിന്നെ ബേക്കിങ്ങിന്റെ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കായിട്ടും അതുപോലെ ഡെസേർട്ട് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ബ്രെഡും പഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ ഇതിന് താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാനും മറക്കരുത്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ rizareenu@gmail.com ഞാൻ ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലേക്ക് മെയിൽ ചെയ്യാം, ഫോട്ടോസൊക്കെ മെയിൽ ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ റെസിപ്പി ഇങ്ങനെ നോക്കാം ഇനി. അപ്പോൾ ഇതാണ് നമ്മളുടെ പഴവും ബ്രെഡും കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ടും ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരു പ്ലേറ്റിൽ മൊത്തത്തിൽ സെർവ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ മുകളിൽ അല്പം കാരമൽ ചെയ്തിട്ടുള്ള ബനാന ചേർത്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇനി. ഞാൻ ആദ്യം ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്ന കാണിക്കാം. സാധാരണ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയാൽ മതി. ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട അധികം വേണ്ടി വരില്ല. നമ്മൾക്കൊരു 8 ബ്രെഡോളം ഇപ്പോൾ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട മതി. ഇങ്ങനെ വരുമ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ പാല് ചേർത്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ടയോളം എടുക്കേണ്ടി വരും ഇത് മൊത്തത്തിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടിത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു വലിയ പാനോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം മതി, നമ്മൾ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇനി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു 5-6 ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരേ സമയത്ത്. പിന്നെ ഈ ബ്രെഡ് നമ്മൾ ഒരുപാടൊന്നും സാധാ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്ന പോലെ ഒരുപാടൊന്നും ഈ മുട്ടയുടെ മിക്സ്ചറിലൊന്നും മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ഇതുപോലെ പൊരിക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് 2 വശവും ഒന്ന് നന്നായിട്ടൊന്ന് ഡാർക്ക് ഗോൾഡൻ ആവുന്ന വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 വശവും ഒന്ന് ഗോൾഡൻ ആവണം. പിന്നെ മുട്ടയില്ലാതെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ ബ്ലോഗിലിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം. മുട്ട യൂസ് ചെയ്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഒരുപാട് പഞ്ചസാര ഒന്നും ചേർക്കണ്ട. 2 ടേബിൾ സ്പൂണ് അതോ അതിന് കുറവോ നിങ്ങൾക്ക് ചേർക്കാം. കാരണം നമ്മളിതിൻ്റെ മുകളിലേക്ക് കാരമൽ ചെയ്തിട്ടുള്ള പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും മധുരമാണ്. രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് മധുരമാവും. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി കാരമൽ ബനാന എങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര 1/2 കപ്പും വെള്ളം 1/4 കപ്പുമാണ് കേട്ടോ. അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ നമ്മൾ കാരമൽ സിറപ്പ് തയ്യാറാക്കുന്ന സമയത്ത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. പിന്നെ ഞാൻ വേറെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരമൽ സിറപ്പ് അല്ല കാരമൽ സോസ് റെഡിയാക്കുന്ന ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അതിൽ പഞ്ചസാര മാത്രമാണ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചത്. അത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിക്സ് ചെയ്ത് കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് പാനൊന്ന് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 2 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ബട്ടർ തണുപ്പുള്ള ബട്ടർ ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പം അല്പം മെൽറ്റ് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂളായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബട്ടർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അതും ശ്രദ്ധിക്കാനുള്ളതാട്ടോ.
എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാലും ചേർക്കാനുണ്ട്. അതും അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പാല് തണുപ്പുള്ള പാലാവരുത്. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറിയൊരു ചൂടോട് കൂടിയുള്ള പാലാണ്. ഒട്ടും തണുപ്പ് പാടില്ല. ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം ഇതെല്ലാം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലൊഴിച്ച പാട് ഇവിടെ നല്ല ഹാർഡായിട്ടുണ്ടാവും, ഇതുപോലെ നല്ല ഹാർഡായിട്ടുണ്ടാവും, കാരമൽ നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും, അതൊന്നും പേടിക്കേണ്ട. ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ബട്ടർ സ്കോച്ച് സോസിൻ്റെ റെസിപ്പി നോക്കാം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ബട്ടർ സ്കോച്ച് സോസ് വീട്ടിലുണ്ടെങ്കിൽ അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പുഴുങ്ങാനുള്ള പഴം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സോസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വല്ലാണ്ട് നമ്മൾ കുക്കാക്കി എടുക്കൊന്നും വേണ്ട. ആ കാരമൽ നന്നായിട്ട് അതിൽ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പഴം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, ഏത്തയ്ക്ക. ഏകദേശം നല്ല പഴുപ്പുള്ളതാണ്, വല്ലാണ്ട് പഴുത്തൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്യാം. എന്നിട്ട് ഈ പഴം ഈ ഒരു കാരമലിൽ വെച്ചിട്ട് വേണം, നമ്മൾ കാരമൽ സോസിൽ വെച്ചിട്ട് വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാൻ. ശരിക്കും ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ കാരമൽ സോസിൽ പഴം പുഴുങ്ങിയെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. പുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പഴം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മളുടെ കാരമൽ സോസിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യുന്ന നോക്കാം. ഞാനിപ്പോൾ ഒരു ട്രേയിൽ മൊത്തത്തിലാണ് സെർവ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്ലേറ്റിൽ ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഈ കാരമൽ സോസിൽ പുഴുങ്ങിയിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇതുപോലെ സെർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഉടനെ നമ്മൾ കഴിച്ച് തീർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് മാത്രം സെർവ് ചെയ്യുക. അതായത് ബ്രെഡ് നിങ്ങൾ വേറെ ടോസ്റ്റ് ചെയ്ത് വെക്കുക, ഈ പഴം ഇതുപോലെ വേറെ റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ബ്രെഡും പഴമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അയക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പിയുടെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മെയിൽ ചെയ്യുക. മെയിൽ ഐ ഡി ഞാൻ ഈ ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ റെസിപ്പിയിൽ കാണാം. ബൈ. താങ്ക് യു.